ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ഇന്നലെ തന്നെ ആശയവിനിമയം നടത്തിയിരുന്നു. എയർ ഇന്ത്യയുമായിട്ടും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവരവിടെ പോയി കഴിഞ്ഞതിന് ശേഷം മറ്റ് ഐഡൻറ്റിഫിക്കേഷൻ DNA സാമ്പിൾ എടുക്കണമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഇത് ചെയ്യും. ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളും സ്വീകരിക്കുന്നതാണ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും, അതായത് ഇപ്പോൾ ഈ സഹോദരങ്ങൾ ആണെന്നുള്ള ഇവരുടെ ഐഡൻറ്റിറ്റി കാർഡുകളുണ്ട്. അതുകൂടാതെ ഓതറൈസേഷൻ ലെറ്റർ ഉൾപ്പെടെയുള്ളവ ഔദ്യോഗികമായിട്ടുള്ളത് ജില്ലാ ഭരണകൂടം നൽകും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ നടപടി പൂർത്തിയാക്കി എത്ര ദിവസം കൊണ്ട്? അതിനാണ് നമ്മൾ ആശയവിനിമയം നടത്തുന്നത്. അവിടെ ഒരു സ്പെഷ്യൽ ഓഫീസർ നിയമിതനായിട്ടുണ്ട്, ഒരു IAS ഓഫീസർ നിയമിതനായിട്ടുണ്ട്. അപ്പോൾ ആ IAS ഓഫീസറുമായിട്ട് ജില്ലാ കളക്ടർ കോർഡിനേറ്റ് ചെയ്തിരുന്നു. ഗവൺമെൻറ്റിൽ നിന്ന് അവരെ കോൺടാക്റ്റ് ചെയ്തിരുന്നു. ഗവൺമെൻറ് ടു ഗവൺമെൻറ് ആശയവിനിമയം നടത്തിയിരുന്നു. അപ്പോൾ അതിൽ ഈ ഒരു ഐഡൻറ്റിഫിക്കേഷനും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള നടപടികളിൽ കാലതാമസം ഉണ്ടാകില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എയർ ഇന്ത്യയും അത്തരത്തിലാണ് കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. എയർ ഇന്ത്യയുമായിട്ടും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അവർ 72 മണിക്കൂറാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് DNA സാമ്പിളിംഗ് ആവശ്യമുണ്ടെങ്കിൽ DNA സാമ്പിൾ എടുത്തിട്ട് 72 മണിക്കൂറിനുള്ളിൽ ഫലം നൽകാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ആദ്യഘട്ടത്തിൽ ഐഡൻറ്റിഫിക്കേഷൻ സാധ്യമാകുമെങ്കിൽ അതിലൂടെ കണ്ടെത്താനായിട്ട് കഴിയും. അല്ലെങ്കിൽ DNA സാമ്പിൾ എടുത്ത് 72 മണിക്കൂറിന് ശേഷം അതുള്ളിൽ ഫലം വന്ന് പിന്നീടായിരിക്കും ഇവിടെ എത്തിക്കുന്നതിനുള്ള നടപടികളൊക്കെ ഉണ്ടാവുക. അതിനനുസരിച്ച് ക്രമീകരിക്കും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ രഞ്ജിതയെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. ഒരു വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രൻ എന്നാണ് പറയുന്നത്. ഒരു സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് വന്നിരുന്നു. എന്തെങ്കിലും രീതിയിലുള്ള നടപടി അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ അത് മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു കാര്യമല്ലേ. എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരാൾക്ക് എഴുതാനായിട്ട് കഴിയുക? അത് ഞാൻ കണ്ടില്ല, എന്താണ് അതിൻ്റെ ഉള്ളടക്കമൊന്നും കണ്ടില്ല. അത് സമൂഹം ആ നിലയിൽ തന്നെ അതിനെ കാണും. തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള അത്തരത്തിലുള്ള പ്രവണതകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പാടില്ല. കുടുംബത്തിൻ്റെ ഒരു സാഹചര്യം കുട്ടികളുടെ കാര്യം, മോന് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ അതിന് താഴെ മോളാണുള്ളത്. അമ്മ ക്യാൻസർ രോഗബാധിതയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ രണ്ടും അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് വാസ്തവത്തിൽ രഞ്ജിത ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനും അമ്മയും ഈ കുടുംബത്തെ ചേർത്ത് പിടിച്ച് സ്വപ്നങ്ങളുമായിട്ട് പോയത്. അതുപോലെ സർക്കാർ സർവീസ്, നമ്മുടെ ആരോഗ്യ പ്രവർത്തക കൂടിയാണ്. കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ഓഫീസറായിരുന്നു രഞ്ജിത. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ ഈ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാകും. ആവശ്യമായിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യും.